Welcome you all to Kerala School Tuition YouTube channel. So, നമ്മൾ SSLC Social Science book number 1 chapter 4 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷും അവരുടെ റൂളിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഡിഫറെൻറ്റ് റിവോൾട്ട്. ഓക്കെ, സോ ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഐ ഹാവ് ടേക്കൺ ആൾറെഡി. ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. സോ ഇവിടെ വില്യം ബെൻഡിക്ക്, ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. The misery hardly finds a parallel in the history of commerce. The bonds of the cotton weavers are bleaching the plains of India. അതായത് ആ സമയത്തുണ്ടായിരുന്ന കോട്ടൺ വീവേഴ്സ് ഉണ്ടല്ലോ, അവർ ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലീഡിങ് സ്റ്റേജിലായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പാടുകളായിരുന്നു, അത്രയ്ക്ക് ആക്ച്വലി എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരെന്ന് ഒരു ബ്രിട്ടീഷ് ഗവർണർ ജനറലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, so the extract given above is the observation made by William Bendick. He was a Governor General of India on the decline of textile industry that was world famous once. The British policies completely ruined not only the agricultural sector but also the handicrafts in India. So agriculture sector, ഇൻഡസ്ട്രിയൽ സെക്ടറായിട്ടുള്ള ടെക്സ്റ്റൈൽ സെക്ടർ, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് സെക്ടർ. സോ ഈ മൂന്ന് സെക്ടറും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഗോട്ട് ഡാമേജ്ഡ് വൈഡ്ലി ബൈ ദ ബ്രിട്ടീഷ് റൂൾ ഹിയർ. ലെറ്റ്സ് എക്സാമിൻ ദ കോസ് ഫോർ ദെയർ ഡിക്ലൈൻ. സോ എന്തൊക്കെയായിരുന്നു അവരുടെ ഈ ഡിക്ലൈനിൻ്റെ കാരണം എന്നാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈസിലി ഏതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നിങ്ങൾ എടുത്താലും അതിൻ്റെ ഡിക്ലൈൻ വരണമെങ്കിൽ ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ആക്ച്വലി ഡിസപ്പിയർ ആവും. ശരിയല്ലേ? ഇപ്പോൾ നേരത്തെയുള്ള ഗുഡ്സ് മാറി ഇപ്പോൾ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാരണം എന്താ? ഇപ്പം ഇലക്ട്രോണിക് ഗുഡ്സ്, ഓട്ടോമാറ്റിക് ഗുഡ്സിനാണ് മാർക്കറ്റ്. സോ മാർക്കറ്റ് ഡിസപ്പിയർ ആവുന്നതാണ് ഏതൊരു കാരണത്തിലുള്ള പ്രശ്നം. പിന്നെ പ്രൈസ് ഫാക്ടർ ഒരു ഫാക്ടറാണ്. മൂന്നെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ. സോ ഇതാണ് ജനറലി ആക്ച്വലി ഏത് ഒരു കൊമേഴ്സ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഡിക്ലൈൻ കാരണമാവുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് റീസൺസ് ഇതൊക്കെയാണ്. ലെറ്റ്സ് അനലൈസ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ്. So large scale import of machine made British textiles was the major reason for the ruin of Indian textile industry. So one of the reason for Indian textile industry is import of British textiles. That also machine build. Machine build എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ചീപ്പ് കോസ്റ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, പെർഫെക്ഷനും കൂടുതലായിരിക്കും. The machine made textiles imported from the Britain could be sold easily for they were cheap. So വളരെ ചീപ്പായിരുന്നു അത്, അതുകൊണ്ട് ഈസിലി കോമ്പറ്റീഷൻ അധികമാവും. പ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ്. The expansion of railways was also responsible for the decline of Indian textile industry. Indian textile industryക്ക് expansion of railways ഒരു കാരണമാണ്. How? It helped the British to carry the imported fabrics, imported textile, imported clothes from the port to towns to interior villages also, and the cotton collected from the villages to the ports for exporting to Britain. So ബ്രിട്ടീഷ് അന്നേരം സമയത്ത് എന്തോ ചെയ്തിരുന്നത്, ഇവിടുന്ന് കോട്ടൺ പ്രിപ്പറേഷനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അതിനെ വില്ലേജസിൽ നിന്ന് പോർട്ടിലോട്ട് കൊണ്ടുപോവുക, പോർട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക ബ്രിട്ടനിലോട്ട്. ബ്രിട്ടനിൽ മെഷീനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആൾറെഡി നടന്നു, ഇൻഡസ്ട്രീസ് ഉണ്ട്, അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കും, ഇമ്പോർട്ട് ചെയ്യും, ഇതേപോലെ ട്രെയിനിൽ പോർട്ടിൽ നിന്നും ദീസ് വില്ലേജസിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഓക്കെ, സോ ഇന്ത്യയെ അവരൊരു റോ മെറ്റീരിയൽ സോഴ്സായിട്ടും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മാർക്കറ്റുമായിട്ടാണ് ഉപയോഗിച്ചത്. സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഗുഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേസ് ഓർ വെൽ കണക്റ്റഡ് വില്ലേജസ് ആൻഡ് ദ സിറ്റീസ് വിത്ത് ദ പോർട്ട് ടൗൺസ്. Thus Indian weavers lost their business in village market also. കാര്യം വില്ലേജും റെയിൽവേ ലൈൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഡ്യൂ ടു ദ ഹയർ ടാക്സ് ലെവീഡ് ദ പ്രൈസസ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻസ് ഇൻക്രീസ്ഡ്. സോ ഇന്ത്യയിലെ ഗുഡ്സ്, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ലോക്കലായിട്ട് വിൽക്കണമെങ്കിലും ശരി, എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ശരി, ദ പ്രൈസസ് ആർ ടു മച്ച്. സോ ബ്രിട്ടീഷ് മാർക്കറ്റ് ആയാലും എക്സ്പോർട്ട് ഇനി ഔട്ട്സൈഡ് കൺട്രീസ് ഉള്ള മാർക്കറ്റ് ആണെങ്കിലും ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ആക്ച്വലി ഒപ്പോസ് ആയിരുന്നു. ഒരു ഫേവറായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസും ഇല്ലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന്. കാരണം പ്രൈസസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് കൂടുതലായിരുന്നു. ദാറ്റ് വാസ് ദ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, സോ ദാറ്റ് ഈസ് റീസൺ നമ്പർ 3. The British officers forced the weavers to work at meager wages and to exchange the products to them at a cheaper rate. അതാണ് ഫോർത്ത് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ പാർട്ടിസൻ്റായിട്ട് ആക്ട് ചെയ്തു, വളരെ ലോ കോസ്റ്റിൽ അവരെ വെച്ച് ജോലി ചെയ്യിച്ച്
cheaper rate അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുപോയി. Weavers gave up their work massively due to the exploitation and torture of the British officers, those searched for other jobs. Okay, കാര്യം അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഓർ ഗുണ്ടായിസം, ദാദാഗിരി കൂടിപ്പോയി. അതുകൊണ്ടാണ് അവർ കളഞ്ഞിട്ട് പോയത്. സോ അനലൈസ് ദ റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് കംപ്ലീറ്റ് ദ ഡയഗ്രാം. സോ ഡയഗ്രാം ഓൾവേസ് നമുക്ക് നല്ല മാർക്ക് കിട്ടും. സോ എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത്, സോ ഡിഫറെൻറ്റ് മാറ്റർ ഞാനിവിടെ പറഞ്ഞു തന്നില്ലേ, ഓരോന്നും നിങ്ങൾ എഴുതണം. ഒന്നെന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ ഗുഡ്സ് ഒന്ന്. സെക്കൻഡ് വൺ നിങ്ങൾ എന്തോ എഴുതണ്ടേ, റെയിൽവേ ലൈൻ കണക്ടിവിറ്റി ടു സിറ്റീസ് വില്ലേജസ് വിത്ത് ദ പോർട്സ് 2. 3 എന്ന് പറയുന്നത് എന്തോ എഴുതാം, വെരി ഹൈ ടാക്സ് ലെവിഡ് ഓൺ ഇന്ത്യൻ ഗുഡ്സ്, സോ ദെയർ എക്സ്പോർട്ടിങ് ആൾസോ വെരി കോസ്റ്റ്ലി ആൻഡ് ഇൻ ഇന്റേണൽ മാർക്കറ്റ് ആൾസോ വെരി പ്രോബ്ലം. ഫോർത്ത് വൺ നിങ്ങൾ ഇവിടെ എന്തോ എഴുതുന്നത്, ഫോർത്ത് വൺ എഴുതും ബ്രിട്ടീഷേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ദേ കമ്പൽഡ് ടു സെൽ ദെയർ ഗുഡ്സ് മീൻസ് ദെയർ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് അറ്റ് ദ ചീപ്പർ റേറ്റ്. ഓക്കെ. The immediate reflection of the decline of the textile industry was found in the urban areas. The textile centers like Murshidabad and Dhaka that were thickly populated ones became least inhabited. The people who had been working in the textile industry migrated to villages and engaged in agricultural related activities. So ഇൻഡസ്ട്രിയിൽ നിന്ന് വീണ്ടും തിരിച്ച് അഗ്രികൾച്ചറിലോട്ട് ആൾക്കാർ മാറാൻ തുടങ്ങി. കാര്യം ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് നഷ്ടമായി പോയിക്കൊണ്ടിരുന്നൊരു കാര്യമാണെന്ന്. ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ടു ഏൺ ലിവിങ് ഇൻക്രീസ്ഡ്. ഇറ്റ് ഫ്രാഗ്മെൻറ്റഡ് ദ അഗ്രികൾച്ചറൽ ഫീൽഡ് ആൻഡ് ദ പ്രൊഡക്ഷൻ ബി ഫെൽ ടു ബി സ്റ്റാഗ്നൻറ്റ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതേ കം ടു ദ അഗ്രികൾച്ചറൽ, ബട്ട് ദ ലാൻഡ് നമുക്ക് അവൈലബിലിറ്റി വളരെ കുറവായി. സോ ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ കൂടി, പ്രൊഡക്ഷൻ കുറഞ്ഞു. The state of handicrafts in villages was not different. So observe the following. So village industries and the cause of decline പറയുന്നത് പോട്ടറി ഉണ്ടല്ലോ. സോ പോട്ടറി സെക്ടർ കുറയാൻ കാര്യം എന്താ, ഇമ്പോർട്ട് ഓഫ് അലൂമിനിയം വെസൽസ്. സോ അലൂമിനിയം വെസൽസ് അങ്ങനെ എളുപ്പം ഉടയത്തില്ല, പോട്ടറി എന്ന് പറയുന്നത് എളുപ്പം ഉടഞ്ഞു പോകും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഹാൻഡിൽ ആൻഡ് വാഷ് ക്ലീൻ ആൻഡ് ഓൾ. ദാറ്റ്സ് വൈ പോട്ടറി സെക്ടറിനെ തകർത്തുകൊണ്ട് അലൂമിനിയം വന്നു. ടാനിങ്, നമ്മളുടെ ലെതർ ഉപയോഗിച്ചുള്ള ടാനിങ്, ലെതർ ഇൻഡസ്ട്രി. സോ എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു ദ യൂറോപ്പ്. സോ ഇവിടെ ചെരുപ്പുണ്ടാക്കുന്നത്, മറ്റുള്ള ഈ ഹോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അല്ല വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഇങ്ങനെയുള്ള ലെതർ പർപ്പസ് ഉണ്ടാക്കുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ലെതർ നേരെ യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. യൂറോപ്പിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് വരാൻ തുടങ്ങി. കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. സോ മെറ്റൽ ഉപയോഗിച്ചുള്ള യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽ ഉപയോഗിച്ചുള്ള മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസ് ഈസി ആയിട്ട് കാർപ്പൻറ്റേഴ്സ് ആക്ടിവിറ്റി അറ്റ്ലീസ്റ്റ് ഹാഫ് എഫോർട്ട് കുറച്ചു. അതുകൊണ്ട് പ്രൊഡക്ട്സ് ചീപ്പറായി, പെർഫെക്ഷൻ കൂടി, പക്ഷേ കാർപ്പൻറ്റേഴ്സിന് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. The ruins of agricultural sector and handicraft industry led India to famine and death due to starvation. Lakhs of people died of famine. So അതാണ് നമ്മുടെ ട്രഡീഷണൽ സെക്ടേഴ്സിന് സംഭവിച്ചത്. കാർപ്പൻട്രി എടുത്താലും, പോട്ടറി സെക്ടർ എടുത്താലും, ലെതർ ഇൻഡസ്ട്രി എടുത്താലും എല്ലാം ഇത് തന്നെയാണ് സംഭവിച്ചത്. The advent of modern industries and the plight of the workers. British industrialists started modern industries in India in the 19th century, but their numbers was limited. The plantation industry was the first among them. Later industries like textiles, jute, steel, paper was established. The laborers in these industries, so they also faced some difficult situation. So the laborers in these industries were exploited. Their condition was extremely pathetic. The following were the major problems faced by the laborers who worked in the എത്രത്തോളം ഇൻഡസ്ട്രി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അവിടെയും ഉണ്ടായിരുന്നു ആക്ച്വലി എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ഇൻഡസ്ട്രി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാറില്ല, റോ മെറ്റീരിയൽ കൊണ്ടുപോകും, അവിടെ ബ്രിട്ടനിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഇവിടെ കൊണ്ടുവരുമായിരുന്നു. സോ പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, വെരി ലോ വേജസ്, വെരി അൺഹെൽത്തി അക്കോമഡേഷൻ, ഇതെല്ലാം ഒരു പ്രോബ്ലം ആയിരുന്നു ലേബേഴ്സിന്. There was no trade unions in India at that time. However, the workers agitated whenever they suffered extreme exploitation. Great Bombay textile strike, കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക്, ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾസ് ആണ്. ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ആകുമ്പോൾ അവർ അറിയാതെ തന്നെ അവരൊരു പ്രൊട്ടസ്റ്റൊക്കെ അവിടെ നടത്തിപ്പോവും. സോ വി ഹാവ് ഡിസ്കസ്ഡ് ദ സഫറിങ് ഓഫ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആസ് എ റിസൾട്ട് ഓഫ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ്.
These agitations were limited to the respective regions and were not well organized. But in the second half of the 19th century, different sections of the oppressed people mobilized against the British and launched an organized agitation. നമ്മൾ കണ്ടു ട്രൈബൽസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അഗ്രികൾച്ചറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ലേബർ ക്ലാസ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെല്ലാം ഉണ്ടായിട്ട് പോലും വളരെ അവിടെയും ഇവിടെയൊക്കെ റിവോൾട്ട് ഉണ്ടായി അത് സപ്രസ്ഡ് ആവുന്നു എന്നതല്ലാതെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു മാസ് മൂവ്മെൻ്റ് ഒന്നും ബ്രിട്ടീഷിനെതിരായിട്ട് ആ സമയത്തില്ലായിരുന്നു. പക്ഷേ 19th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫ്, അതായത് 1850-കൾക്ക് ശേഷം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിവോൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. So first war of independence 1857 was the first organized revolt against the British rule in India. Okay, first war of independence 1857. ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. Dawn of 11 May 1857, people of Delhi woke up to a tumult. Thousands of armed rioters were reaching Delhi from Meerut, crossing the river Yamuna. The rioters included sepoys. Sepoys means Indian soldiers and common people. In the previous night, they had assassinated some British officers and set fire to their officers. They declared the Mughal Emperor Bahadur Shah II. So the Mughal Emperor Bahadur Shah II as the Emperor of India. Soon the riot spread to other parts of North India. ഓക്കെ, സോ നിങ്ങൾ ഈ ബോക്സിൽ എന്തൊക്കെയാണ് കണ്ടത്? ഇപ്പോൾ പെട്ടെന്ന് 11 May 1857 ആയപ്പോഴേക്കും സിപ്പോയി മ്യൂട്ടിനി പൊട്ടിപ്പുറപ്പെട്ടു. അവർ ഈ റയോട്ടേഴ്സ് ബഹദൂർ ഷാ സെക്കൻഡ്, മുഗൾ എംപററായിട്ടുള്ള ബഹദൂർ ഷാ സെക്കൻഡിനെ അവരുടെ എംപറർ ഓഫ് ഇന്ത്യ ആയിട്ട് ഈ റയോട്ടേഴ്സ് ഡിക്ലെയർ ചെയ്തു. ഇതിനകത്ത് ഈ റയോട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ സിപ്പോയീസ് ഉണ്ടായിരുന്നു, അതായത് ബ്രിട്ടീഷ് ഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ കിങ്ങും സ്ഥാനം നഷ്ടപ്പെട്ട പ്രിൻസസ്സും ഒക്കെ ഉണ്ടായിരുന്നു. കോമൺ മാൻ ഉണ്ടായിരുന്നു, ഫാമേഴ്സും സമീന്ദാരും ഒക്കെ ഇതിൻ്റെ പാർട്ടായിരുന്നു. അവരെല്ലാം പങ്കെടുത്തെന്നല്ല, കുറച്ചൊക്കെ ആൾക്കാർ. The above description is about the revolt of 1857. Historians termed the revolt as India's first war of independence. The rebellion was started by sepoys of Meerut. Meerutile sepoys ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. Who led them to riot? ആരാണ് അവരെ ഈ റയോട്ടിന് ലീഡ് ചെയ്തത് നോക്കാം നമുക്ക്. കാര്യം ഓരോ ഏരിയയിലും ഓരോ ലീഡർ ഉണ്ടായിരുന്നു. Poor salary and abuse by the British officers were the major reason for the resentment. So ഈ റയോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ കാര്യമെന്ന് പറയുന്നത് ഈ സിപ്പോയിസിന് നേരിടേണ്ടി വന്ന ചില ഡിസ്ക്രിമിനേഷനാണ് ഈ ഫോഴ്സിൽ. ഒന്നെന്ന് പറയുന്നത് സാലറി വളരെ ലോ ആയിരുന്നു. സെക്കൻഡ്, അബ്യൂസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. The rumor that the cartridge in the newly supplied Enfield rifle were greased with the fat of cow and pig provoked them. So പെട്ടെന്ന് എന്തായിരുന്നു ദ ഫ്ലെയിം ഫോർ ദാറ്റ് റിവോൾട്ട് ഓർ ആ സ്പാർക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. പുതിയ ഒരു ബുള്ളറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആക്ച്വലി അവരുടെ എൻഫീൽഡ് റൈഫിളിന് വേണ്ടി. ആ എൻഫീൽഡ് റൈഫിളിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്നത് കാര്യം അന്നൊക്കെ ബുള്ളറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ ബാക്കിലുള്ള സാധനം കടിച്ച് എടുത്ത് കളഞ്ഞിട്ട് വേണം ആ ബുള്ളറ്റ് എടുത്ത് തോക്കിനകത്തിടാൻ. സോ ആ കടിച്ചെടുത്ത് കളയുന്ന ആ ബുള്ളറ്റിനകത്ത് പശുവിൻ്റെയും പന്നിയുടെയൊക്കെ ഫാറ്റ് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, അതായത് തേച്ചിട്ടുണ്ട് എന്നായിരുന്നു ഒരു ചുമ്മാ ഒരു റൂമറായിരുന്നു. ആക്ച്വലി അതൊരു കള്ളത്തരമായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? കൗ എന്ന് പറയുന്നത് ഹിന്ദുസിന് പ്രശ്നമുള്ള കാര്യമാണ്, പിഗ് എന്ന് പറയുന്നത് മുസ്ലിംസിന് പ്രശ്നമുള്ള കാര്യമാണ്. So it wounded the religious sentiment of the Hindus and the Muslim soldiers. The soldiers who were unwilling to use the new cartridge were punished by the officers. So in Barakpur എന്ന് പറയുന്ന സ്ഥലത്ത്, in Barakpur in Bengal, Mangal Pandey, an Indian soldier, shot at a British officer who forced him to use a new cartridge. He was arrested and hanged to death. So 1857 റിവോൾട്ട് തുടങ്ങുന്നതിന് ഫസ്റ്റ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ മാർട്ടിയർ ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. കാര്യം മംഗൾ പാണ്ഡെയെ നിർബന്ധിച്ചപ്പോൾ മംഗൾ പാണ്ഡെ എടുത്തത് ആ ബ്രിട്ടീഷ് ഓഫീസറിനെ വെടിവെച്ച് കൊന്നു. People from all walks of life, including king, farmers, craftsmen, etc., took part in this rebellion. The British rule had adversely affected the king too. In addition to the doctrine of lapse, the princely states were convicted of inefficient rule
and were annexed by the British. This made the kings to lead to rebellion. ആക്ച്വലി ആ സമയത്ത് രണ്ടല്ല ആക്ച്വലി ടോട്ടലി 3 എണ്ണം ഉണ്ട്. അതിനകത്ത് 2 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡോക്ട്രിൻസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കിങ്ഡവുമായിട്ട് ഇവിടുത്തെ പ്രിൻസിലി സ്റ്റേറ്റിന് ഒരു എഗ്രിമെൻറ്റിൽ റീച്ച് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് അവരുടെ പ്രിൻസിലി സ്റ്റേറ്റിലോട്ട് എൻക്രോച്ച് ചെയ്യുന്നതിന് കാരണമാകുന്ന ചില പ്രിൻസിപ്പിൾസാണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു കിങ്ഡത്തിലെ പ്രിൻസിലി സ്റ്റേറ്റിലെ രാജാവിന് ഒരു മെയിൽ ഹെയർ ഇല്ലെങ്കിൽ, അതായത് ഒരു ആൺ കിരീടാവകാശി ഇല്ലെങ്കിൽ, അതായത് ബയോളജിക്കലി ജനിച്ച, അഡോപ്റ്റഡ് അല്ല, ബയോളജിക്കലി ജനിച്ച ഒരു ആൺ കിരീടാവകാശി ഇല്ലെങ്കിൽ ആ ഒരു പ്രിൻസിലി സ്റ്റേറ്റിനെ ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നെഫിഷ്യൻ്റ് റൂൾ. ചില സ്റ്റേറ്റിൽ അന്നേരത്തെ ഗവർണർ ജനറൽ പറഞ്ഞു, ഓക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പോരാ, മാൽ അഡ്മിനിസ്ട്രേഷനാണ്, കറപ്ഷനുണ്ട്, ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നു ജനങ്ങളുടെ, അതുകൊണ്ട് ആ റീജിയൻ ഞങ്ങൾ അനക്സ് ചെയ്യുകയാണ്. സോ അങ്ങനെ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ പറഞ്ഞു, ചില വെരി വെരി സില്ലി മാറ്റേഴ്സൊക്കെ പറഞ്ഞു ചിലപ്പം ആ രാജ്യത്തെ പവർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അവർ ഡയറക്റ്റായിട്ട് കൊണ്ടുവരും. ഇത് കാരണം എന്താ പറ്റും, അവിടുത്തെ പ്രിൻസസിനെല്ലാം അവരുടെ ഭരണവും പോവും, കൊട്ടാരവും പോവും, ജീവിച്ചു കൊണ്ടിരുന്ന സുഖവും സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെടും. അന്നേരം അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയും. സോ ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി ഹിയർ. സോ ബ്രിട്ടീഷ് റൂളിൽ ഫോളോ ചെയ്യുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. സെക്കൻഡ് വൺ ഈസ് ദ annexation of the territory on maladministration basis. So these all actually created a lot of resentment again among the kings and the princes, and they also participated in the rebellion. So discuss the causes of the revolt of 1857 based on the hint points. ഒന്ന്, മിസറീസ് ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമ്മൾ ആൾറെഡി ഈ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു, ശരിയല്ലേ? ഫാമേഴ്സിൻ്റെ അവരുടെ ഫ്രീഡം ഓഫ് കൾട്ടിവേഷൻ പോയി, അവർക്ക് നേരത്തെ അവരുടെ തന്നെ ആവശ്യത്തിന് അവർക്ക് ക്രോപ്സ് ഉപയോഗിക്കാമായിരുന്നു, അത് പോയി. പിന്നെ കോർപ്പറേറ്റ് ഫാമിംഗ് അവരെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്തു. ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ചീറ്റിംഗ് പ്ലാന്റേഴ്സ് ആൾസോ അവരുടെ ആക്ടിവിറ്റീസ് ഇവരെ അഫക്റ്റ് ചെയ്തു. പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ്സ്മെൻ. സോ മെഷീൻസ് വന്ന്, മെഷീൻസിലൂടെ പുതിയ ക്രാഫ്റ്റൊക്കെ റീപ്ലേസ്മെൻറ്റ് വന്നു. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കിങ്സ് ഒക്കെ ഉണ്ടല്ലോ, കിങ്സും പ്രിൻസിനൊക്കെ റൂളിങ് നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇവരായിരുന്നു ആക്ച്വലി പാട്രൺസ് ഓഫ് ദിസ് ക്രാഫ്റ്റ്. ആർട്ട് വർക്കിൻ്റെ, ക്രാഫ്റ്റ് വർക്കിൻ്റെയൊക്കെ മെയിനായിട്ട് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഗോൾഡ് കോയിനൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടിരുന്നത് അവിടെ ഉള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ആയിരുന്നു. ബട്ട് അവരെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തപ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സ് പോയി. സോ ഈ ക്രാഫ്റ്റ്മെൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്. സോ കിങ്സിന് അവരുടെ ഭരണം നഷ്ടപ്പെടുന്നു, അവരുടെ ഭരണത്തിൽ ബ്രിട്ടീഷുകാർ ഇൻവോൾവ് ചെയ്യുന്നു, അൺനെസസറി ആയിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു, അത് അവർക്ക് പ്രോബ്ലമായിരുന്നു. മിസറീസ് ഓഫ് ദ സിപ്പോയ്സ്. സിപ്പോയ്സിന് വളരെ ലോ പേയ്മെൻ്റ് ആയിരുന്നു, അവരുടെ കണ്ടീഷൻസ്, ബാരാക്സിലെ കണ്ടീഷൻസ് അത്ര നല്ലതായിരുന്നില്ല. പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം ഡീറ്റെയിൽ ആയിട്ട്. Along with the king and the sepoys, common people also took part in the revolt. They attacked the British and the moneylenders and set fire the account books, deeds and documents of transaction. The salient feature of this rebellion was active participation of common people like farmers and craftsmen. So farmers and craftsmen പോലുള്ളവർ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Out of 1.5 lakhs of people who were killed in the riot at Awadh, a princely state, 1 lakh were common people. സോ അവധ് റീജിയണിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടതിൽ 1 ലക്ഷത്തോളം കോമൺ പീപ്പിൾ ആണെന്ന് വെച്ചാൽ കോമൺ പീപ്പിൾ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ് എന്നാണ് മീനിങ്. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദ റിബല്യൻ വാസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. കാര്യം ഇവിടെ കോമൺ എനിമി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആയിരുന്നു, ശരിയല്ലേ? നമ്മൾ ആ ബുള്ളറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു കാണും. അത് ആ ബുള്ളറ്റ് ദാറ്റ് ഈസ് ഗ്രീസ്ഡ് വിത്ത് കൗ ആൻഡ് പിഗ് ഫാറ്റ് എന്ന് പറയുന്നത് റിലീജിയസ് സെൻറ്റിമെൻറ്റ് ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസിനെ അഫക്റ്റ് ചെയ്തു. സോ അതുകൊണ്ടാണ് ദ റിയൽ സ്ട്രെങ്ത് ഓഫ് റിബല്യൻ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റി കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അതുണ്ടായിരുന്നു. എ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എക്സിസ്റ്റഡ് എമംഗ് ദ സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ ആൻഡ് ദ ലീഡേഴ്സ്. ദ റയോട്ടേഴ്സ് captured Delhi and declared Bahadur Shah II as the Emperor of India. So Bahadur Shah II ne Emperor of India ആയിട്ട് ഡിക്ലെയർ ചെയ്തു. So the table below shows the major center of the revolt and the leader. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾ പിന്നീട് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സോ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടും അതിൻ്റെ റെസ്പെക്റ്റീവ് ലീഡർ.
ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ആരാ ബഹദൂർ ഷാ സെക്കൻഡ്? മുഗൾ രാജവംശത്തിലെ ആക്ച്വലി അവസാനത്തെ ഒരു രാജാവാണ് ഈ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. അന്നേരം ചോദിക്കും, സാർ മുഗൾ രാജവംശം അപ്പോഴും ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഭരണം? ആക്ച്വലി ഇത് നെയിം സേക്കിൽ അവരുണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിച്ച് ജീവിക്കായിരുന്നു അതിനകത്ത്, അത്രേ ഉള്ളൂ. നോ റിയൽ പവർ എൻജോയ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഝാൻസി റാണി ലക്ഷ്മിബായി ആയിരുന്നു ലീഡർ. ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബ് ഉണ്ടായിരുന്നു, താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ലീഡറായിട്ട്. The rioters could not overcome the superior military power of the British and the rebellion was completely suppressed. സോ ഒന്നെന്ന് പറയുന്നത് മിലിറ്ററി പവർ ഓഫ് ബ്രിട്ടീഷുകാർ വളരെ വലുതായിരുന്നു. അത് ഇറ്റ് വാസ് നോട്ട് ഈസി ആക്ച്വലി ടു വിൻ ഓവർ ദം. Though the revolt could not succeed completely, it was marked as a foremost massive resistance of the Indians against the British. It brought about several changes in the policies of the administration of the British. British Parliament took over India from British East India Company. However, the economic exploitation of the British reached extreme level in post-1857 phase. It is evident in the starvation death at that time. In the second half of the 19th century, around 2 crores of people died spread over 24 great famines. Okay, so ഇവിടെ നിങ്ങൾ ബംഗാളിലുണ്ടായ ഒരു ഫെമൈൻ്റെ ക്ഷാമത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡൊന്നും കിട്ടാതെ ഒരുപാട് പേര് മരിച്ചതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? മാൽ ന്യൂട്രീഷൻ നടന്ന് ഫുഡേ ഇല്ലാതെ വിശന്ന് കിടന്ന് ലക്സ് ഓഫ് പീപ്പിൾ മരിച്ചു. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കെടുകാര്യസ്ഥത, ദർ വെരി വെരി ബാഡ് മിസ് റൂളിങ് ഇൻ ദിസ് കൺട്രിയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 1857 ഈ ഒരു മൂവ്മെൻറ്റ് കാരണം, റയോട്ട് കാരണം ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ പവർ ഇവിടെ കുറയുകയോ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അത്രയും നാൾ 1857 വരെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു ഫേസ് ആക്കി വെച്ചുകൊണ്ടാണ്. ദിസ് വാസ് ദ ഫേസ്, ഇതായിരുന്നു അവരുടെ മുഖം. സോ 1857 കൂടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു പുതിയ ലോ പാസ് ചെയ്തിട്ട് 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ക്രൗൺ റൂൾ ഏറ്റെടുത്തു ഇന്ത്യയിൽ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, പക്ഷേ എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും കുറഞ്ഞില്ല. ഫമൈൻസും ഒക്കെ അതിന് ഒരു എക്സാമ്പിളാണ്. So realizing the exploitation, the economic exploitation of the British created an anti-British feeling among the different section of the people. The attitude was a major factor that led to the emergence of Indian nationalism in the 19th century. So India എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, ഇന്ത്യൻ യുണൈറ്റഡ് ആയിട്ട് ബ്രിട്ടീഷ് എന്ന് പറയുന്ന എക്സ്പ്ലോയിറ്റേഴ്സിന് അഗെയിൻസ്റ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഒക്കെ വന്നത് ഈ 19th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫോട് കൂടിയാണ്. കാര്യം 1857 ആ ഒരു റിവോൾട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ചെറിയ ഫീലിംഗ് എമംഗ് ദ പബ്ലിക് ഇറ്റ് ഗോട്ട് ക്രിയേറ്റഡ്. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ പീപ്പിൾ ഓഫ് കൺട്രി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ആൻഡ് റീജിയൻ. സോ വാട്ട് ഈസ് നാഷണലിസം? Nationalism is the sense of unity among the people of a country, irrespective of their caste, irrespective of their creed, religion, region. Indian National Congress, as an example, was an example for such an organization, organized form of nationalism. So International Congress ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. Indian National Congress was formed 1885 in Bombay. 72 delegates participated in the first session. So International Congress led the anti-British struggle from 1885 till 1947. Dadabhai Naoroji was a person who studied about the facts on the determination of Indian economy. ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ദാദാഭായ് നവറോജി പഠിച്ചിട്ട് അദ്ദേഹം ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തു. അതാണ് തിയറി ഓഫ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറയുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി അനുസരിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ നമ്മളുടെ സമ്പത്തും വെൽത്തും ഇവിടെ നിന്ന് ഡ്രെയിൻ ചെയ്ത് അവരുടെ മദർ കൺട്രിയായ ബ്രിട്ടീഷിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഓക്കെ, ആൻഡ് സെഡ് ദ ഹൗ ഡിഡ് ദ ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ദ ബ്രിട്ടീഷ്. സോ ബ്രിട്ടനിലോട്ട് എങ്ങനെ ഇന്ത്യൻ വെൽത്ത് പോകുന്നതിന് അദ്ദേഹം ഒരു തിയറി, അദ്ദേഹത്തിൻ്റെതായ ഒരു എംപെരിക്കൽ സ്റ്റഡിയുടെ ഫലമായിട്ട് അദ്ദേഹം കൊടുത്തു. എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽ, സാലറി ആൻഡ് പെൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആർ പെയ്ഡ് ഇൻ ഇന്ത്യ, profit gained through the sale of British products in India. So British products British ഇവിടെ ഇന്ത്യയിൽ പ്രൊഡക്ട്സ് സെയിൽ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു, ഇവിടുന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോകുന്നു. റോ മെറ്റീരിയൽസൊന്നും ആർക്കും ഒരു പേയ്മെൻറ്റ് നടത്തുന്നില്ല. പിന്നെ എല്ലാ ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെയും സാലറിയൊക്കെ ഇവിടെ നിന്നാണ് പേ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ലാൻഡ് ടാക്സും അവർ കളക്ട് ചെയ്തിരുന്നു.
The earlier leaders like Dadabhai Naoroji, R.C. Dutt, Gopalakrishna Gokhale had a pivotal role in making the common people aware of the economic policy of the British that impoverished India. So the common people realized that the poverty and exploitation they faced had been the creation of the British. It reinforced their anti-British attitude. Nationalism grew out of such awareness in terms of some historians as economic nationalism. So economic nationalism എന്ന് പറയുന്ന നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രി നമ്മളുടെ വണ്ണസ്സിലൂടെ കടന്നു വരുന്നതാണ്. റിലീജിയൻ ഡിഫറൻറ്റോ റീജിയൻ ഡിഫറൻറ്റോ കാസ്റ്റോ ക്രീഡോ സെക്സോ അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ലാതെ വരുന്നതാണ് നമ്മുടെ നാഷണലിസം എന്ന് പറയുന്നത്. അത് പൊളിറ്റിക്കൽ നാഷണലിസമാണ്. ഇവിടെ എക്കണോമിക് നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അവർ പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ഇവിടുന്ന് നമ്മളെ എക്സ്റ്റോർട്ട് ചെയ്തുകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഈ എക്സ്പ്ലോയിറ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ഒരു മൂവ്മെൻറ്റ്, അവരുടെ ഒരു വൺ ഫീലിംഗ് ആണ് ഈ എക്കണോമിക് നാഷണലിസം എന്ന് പറയുന്നത്. So prepare a note on drain theory. എന്തൊക്കെ എഴുതേണ്ടതിനകത്ത് ദാദാഭായ് നവറോജി put forward the theory drain of wealth theory after studying Indian economic conditions in 19th century. Okay, in that he gave descriptive in detail about how the Indian wealth drained to the British. So ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതി വെക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട്. Swadeshi movement and a new method of resistance. To check economic drain, the early nationalist leaders pleaded with the people to boycott foreign goods and strengthen Indian industry by consuming Indian products. So Indian products നിങ്ങൾ ഉപയോഗിക്കണമെന്ന് യൂസ് ചെയ്യണമെന്നൊക്കെ ഫ്രീഡം ഈ നാഷണലിസ്റ്റ് ലീഡേഴ്സ് പറയാൻ തുടങ്ങി. The major strategy adopted for anti-partition movement in Bengal 1905 was the boycott of foreign goods and the consumption of indigenous products. സോ ബംഗാളിനെ റിലീജിയൻ ബേസിസിൽ വെസ്റ്റും ഈസ്റ്റും ബംഗാളായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആ പാർട്ടീഷനെതിരായിട്ട് വളരെ വലിയൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നടന്നു. ആ സമയത്ത് വൺ ഓഫ് ദ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ബോയ്ക്കോട്ട് ഓഫ് ദിസ് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസിങ് ഓഫ് ഇൻഡിജീനസ് പ്രൊഡക്ട്സ്. സോ ആസ് പാർട്ട് ഓഫ് ദ അജിറ്റേഷൻ ഫോറിൻ ഗുഡ്സ് വെയർ കളക്റ്റഡ് ആൻഡ് ബേൺഡ് പബ്ലിക്ലി. ദ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഇൻഡിജീനസ് പ്രൊഡക്ട്സ് ബൈ ഡിസ്കാർഡിങ് ഫോറിൻ ഐറ്റംസ് റിജുവനേറ്റഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി. സോ 1905 ഈ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? സ്വദേശി പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഒരു എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. As a result, a number of textile mills, soap factories, matchbox companies, nationalist banks, insurance companies were established. It was during the Swadeshi movement that the Bengal Chemical Store in Bengal, Tata Iron and Steel Plant in Maharashtra, Swadeshi Steam Navigation Company, Tamil Nadu were established. Import of the British goods to India steadily went down during this period. So foreign goods in the import ഒക്കെ ഒരുപാട് കുറഞ്ഞു ആ സമയത്ത്. Participation of women, labor classes, students were another remarkable feature of this anti-partition movement. Washermen avowed that they would not wash foreign clothes. Priest പറഞ്ഞു they would not solemn a marriage that involving foreign goods. Women boycotted foreign bangles and utensils. Students quit the schools. These schools they took part in the movement. So foreign means ബ്രിട്ടീഷുകാരുടെ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളെല്ലാം അവർ ബോയ്ക്കോട്ട് ചെയ്തു സ്റ്റുഡൻസ്. ഇന്ത്യൻ നാഷണലിസം അറ്റൈൻഡ് ഫർദർ സ്ട്രെങ്ത് ഫ്രം സ്വദേശി മൂവ്മെൻറ്റ്. സോ ദ ലീഡേഴ്സ് ആ സമയത്തെ മൂവ്മെൻറ്റ് നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത്. ഇത്തിരി ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു ഇവരെല്ലാം. സോ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, okay, Bipin Chandra Pal emphasized the necessity of overthrowing the foreign rule. These leaders were together known as Lal Bal Pal, Lala Lajpat Rai, Balagangadhara Tilak and Bipin Chandra Pal. Okay, so freedom is my birthright, I shall have it. ഇതാണ് ബാലഗംഗാധര തിലക് പറഞ്ഞത്. ഫ്രീഡം എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് റൈറ്റ് ആണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. We have seen how the protest of the people against the British policy that exploited and impoverished Indians attained an organized form. It was these protests that were transformed as Indian nationalism. Boycott of foreign goods and the consumption of indigenous goods acted as a powerful weapon in the anti-British movement. Later, ഗാന്ധി ഈ സ്വദേശി മൂവ്മെൻറ്റിനെ ഒരുപാട് പോപ്പുലറൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട് ബിപിൻ ചന്ദ്രപാൽ, ലാല, ബാലഗംഗാധര തിലകൊക്കെ. The Tamil helmsman
Chidambaram Pillai, who led the Swadeshi movement in Tamil Nadu, established Swadeshi Steam Navigation Company, Tuticorin, 1906. So he is called the helmsman of Tamil Nadu or Kaplotia Tamilan. The initial capital of 6 lakh rupees to start the company was collected from the local traders. So Chidambaram Pillai, Chidambaram Port region ഒക്കെ നമുക്കറിയാം. ചിദംബരം പിള്ളയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണ്. നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. മെജോറിറ്റി ഓഫ് ദ ഏർലിയർ ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ബംഗാളീസ് ആയിരുന്നു. സോ ബംഗാൾ വാസ് കോൾഡ് ആസ് ദ നഴ്സറി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ദ ബംഗാൾ ഇൻ 1905. ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ മൂവ്മെൻറ്റിനെ സ്ലോ ഡൗൺ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഹിന്ദു മുസ്ലിം റയോട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു കഴ്സൻ്റെ ഉദ്ദേശമെന്ന് നമ്മളുടെ ഇന്ത്യയല്ല ബംഗാളിനെ ഈസ്റ്റും വെസ്റ്റുമായിട്ട് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതായിരുന്നു കഴ്സൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ഇതാണ് നമ്മൾ ടോട്ടലി ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ലാൻഡ് റവന്യൂ സിസ്റ്റം, പെർമനൻറ്റും റയ്യത്ത് വാരിയും മഹൽ വാരിയും പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഗ്രേറിയൻ ട്രൈബൽ റിവോൾട്ടിനെ കുറിച്ച്, ഇൻഡിഗോ റിവോൾട്ട്, മാപ്പിള, സന്താൽ, കുറിച്ചിയ നമ്മൾ പഠിച്ചു. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈനിങ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എങ്ങനെയാണ് അത് വില്ലേജസിലും വന്നത് അഫക്റ്റ് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു. അത് കാരണം ആ ലേബർ ക്ലാസ്സിനൊക്കെ ഉണ്ടായ പ്രോബ്ലംസ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ദ റിവോൾട്ട് ഓഫ് 1857 ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാസസ്, ചില ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ എന്തിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. എർലിയർ നാഷണൽ ലീഡറിൻ്റെ ഡ്രെയിൻ തിയറി, സ്വദേശി മൂവ്മെൻറ്റ്, എമർജൻസ് ഓഫ് നാഷണലിസം. സോ ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. Thank you guys. If you like, please share, subscribe our channel. Okay, thank you.